എന്ന് പറയും. എടാ എന്നല്ല, കർത്താവ് പറയുന്നൊരു മറുപടിയുണ്ട്. 16-ാമത്തെ വാക്യം വായിച്ചേ. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. മുമ്പേ പറഞ്ഞ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നീ നിന്റെ വീക്ക്നെസ്, നിന്റെ കുറവ്, നിന്റെ കഴിഞ്ഞ കാലത്തെ മണ്ടത്തരങ്ങൾ ഒന്നും ഓർക്കണ്ട. ഞാൻ നിന്റെ കൂടെയുണ്ട്. ചിലപ്പോൾ ഒന്ന് കുമ്പസാരിച്ചു പാപങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി ഒരു പുതിയ വിശുദ്ധ ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കായിരിക്കും. നിങ്ങളൊരു വചനം കേട്ട് നിങ്ങൾക്കൊന്ന് മാനസാന്തരപ്പെടണം, പുതിയ ജീവിതം ആരംഭിക്കണം. പക്ഷെ അപ്പോഴും പിശാച് ഉള്ളിക്കടന്ന് പറയും അയ്യേ അല്ലെങ്കിൽ അയ്യോ എന്നൊക്കെ പറയിപ്പിക്കും. എന്നെക്കൊണ്ട് പറ്റുമോ? ഞാൻ ഇന്നാളും കുമ്പസാരിച്ചല്ലേ, കഴിഞ്ഞ വർഷവും ധ്യാനം കൂടിയല്ലേ, വല്ലതും നന്നായോ? ഒരു മാറ്റവും ഇല്ല. ആ ധ്യാനകേന്ദ്രം നന്നായി, അല്ലാണ്ട് ഞാൻ നന്നായില്ല അല്ലേ? അയ്യോ കർത്താവേ. കർത്താവ് പറയാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും അല്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഒരു ഗിദെയോന്റെ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ 23-ാമത്തെ വാക്യം കർത്താവ് പറഞ്ഞു, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. 24-ാം വാക്യം, ഗിദെയോൻ കർത്താവിനൊരു ബലിപീഠം പണിതു, അതിന്